കഴിഞ്ഞ ആഴ്ച പല ആൾക്കാരും നമ്മളോട് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജൈൻറ്റ് ഗൗരാമികളുടെ കൂടെ കോയിക്കാർപ്പുകൾ ഇടാൻ പറ്റുമോ, ഓസ്കാറുകൾ ഇടാൻ പറ്റുമോ, അങ്ങനെ വേറെ പല മീനുകളെയും ഇവരുടെ കൂടെ കമ്പാറ്റബിൾ ആണോ അല്ലെങ്കിൽ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മീനുകളെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഈ ജൈൻറ്റ് ഗൗരാമി ഓസ്കാറുകളുടെ കൂടെ ഇടാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ വലിയ മീനുകളെ ഇതുപോലെ ഒരുമിച്ച് ഇടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്വിക്കായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഏകദേശം 4 മീറ്റർ അല്ലെങ്കിൽ 13 അടിയൊക്കെ ഡയാമീറ്റർ വരുന്ന വലിയ സൈസ് ബയോഫ്ലോക്ക് ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട മീനുകളൊക്കെ നമുക്ക് ഒരുമിച്ചിടാം. ഇപ്പോൾ ഈ ടാങ്കിനകത്ത് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ജൈൻറ്റ് ഗൗരാമികളാണ്. കൂടെ ചെറിയ മീനുകൾ നീങ്ങുന്നത് നമ്മുടെ റെഡ് ടെയിൽ ജൈൻറ്റ് ഗൗരാമികളുടെ ചെറിയ സൈസാണ്. എനിക്ക് തോന്നുന്നു ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ഒക്കെ സൈസ് വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ചെറിയ സ്പേസുള്ള ടാങ്കുകളിൽ വലുതിനെയും ചെറുതിനെയും ആയിട്ട് അങ്ങനെ ഡിഫറൻറ്റ് സൈസുകളെ ഒരുമിച്ചിടാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഈ വലിയ സൈസ് ചെറിയ സൈസുമായിട്ട് അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുമ്പ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഈവൻ സൈസ് ഡിഫറൻസ് വന്നാലും വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ട് വഴിയില്ല. കാരണം എല്ലാ മീനുകൾക്കും നല്ല ഫ്രീ ആയിട്ട് നീന്താനുള്ള സ്പേസ് അതിനകത്തുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് സ്ട്രെസ് വരാനോ പരസ്പരം അഗ്രസീവ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതേസമയം സ്പേസ് ചെറുതാവും തോറും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരേ സൈസ് ഉള്ളതിന് ഇടുന്നതാണ് നല്ലത്. മാത്രമല്ല ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. നമ്മളിപ്പോൾ 4 ജൈൻറ്റ് ഗൗരാമീനെ ഇട്ടാൽ അതിൻ്റെ കൂടെ കമ്പാറ്റബിൾ ആയിട്ടുള്ള 4 പീസുകളെ തന്നെ ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇതിൽ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ജൈൻറ്റ് ഗൗരാമികളെ ഓസ്കാറുകളെ ഒരുമിച്ചിടാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ചില മോൺസ്റ്റർ ഫിഷ് അക്വേറിയങ്ങളിലും മോൺസ്റ്റർ ടാങ്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരെ ഒരുമിച്ച് ഇട്ടിട്ടുള്ളത്. പക്ഷേ പൊതുവേ ഇവരെ ഒരുമിച്ചിടാനായിട്ട് ഓസ്കാറിനെയും ഈ ജൈൻറ്റ് ഗൗരാമികളെ ഒരുമിച്ചിടാനായിട്ട് റെക്കമെൻഡ് അല്ല. കാരണം രണ്ട് മീനുകളും ടെറിട്ടോറിയൽ ആയിട്ടുള്ള മീനുകളാണ്, സ്ലോ മൂവിംഗ് ആയിട്ടുള്ള മീനുകളാണ്. ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ പരസ്പരം അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട് ഒരേ സൈസ് ആണെങ്കിൽ പോലും. ഇനി സൈസ് ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരുമിച്ചിടാനായിട്ട് ചെറിയ സ്പേസുകളിൽ റെക്കമെൻഡ് അല്ല. വലിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ വലിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ജൈൻറ്റ് ഗൗരാമി ഓസ്കാറുകളുടെ കൂടെ നമ്മുടെ വൈറ്റ് ഷാർക്ക്, അതുപോലെ റെഡ് ബെല്ലി പാക്കു, നമ്മൾ നട്ടർ എന്നൊക്കെ പറയുന്ന മീനിനെ നമുക്ക് ഒരുമിച്ചിടാം. വലിയ സ്പേസുകളിൽ ഒരുമിച്ചിടാം, പക്ഷേ ചെറിയ സ്പേസുകളിൽ റെക്കമെൻഡ് അല്ല. കാരണം ഈ വാളയും അതുപോലെ തന്നെ ഈ നട്ടറൊക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന മീനുകളാണ്. അപ്പോൾ സൈസിൽ പെട്ടെന്ന് തന്നെ ഒരു ഡിഫറൻസ് വരും. പിന്നെ ടാങ്കിന് വലിയ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പിന്നെ എണ്ണത്തിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ പാക്കും വാളയൊക്കെ എണ്ണത്തിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓസ്കാറുകളുടെ അല്ലെങ്കിൽ ജൈൻറ്റ് ഗൗരാമികളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിലും ഈ ജൈൻറ്റ് ഗൗരാമികൾക്കും ഓസ്കാറുകൾക്കാണ് സ്ട്രെസ് കൂടാനായിട്ടുള്ള സാധ്യത. കാരണം നട്ടർ വാള പോലുള്ള മീനുകൾ എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ മുകളിലൊക്കെ വന്ന് നല്ല രീതിയിൽ ഇളക്കി മറിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഓസ്കാറുകൾക്കും ജൈൻറ്റ് ഗൗരാമികൾക്കും സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അത് ഗ്രോത്തിനെയൊക്കെ ബാധിക്കും. ഈ ജൈൻറ്റ് ഗൗരാമിയുടെ ഓസ്കാറുകളുടെയൊക്കെ ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവർ ഒരുമിച്ച് ഇടുന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിൽ എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. അപ്പോൾ നോർമൽ സൈസുള്ള ടാങ്കുകളിൽ പെർമനൻ്റ് ആയിട്ടൊക്കെ ഈ ജൈൻറ്റ് ഗൗരാമികളുടെ ഓസ്കാറുകളുടെ കൂടെ ഇടാൻ പറ്റിയ മീനുകൾ എന്ന് പറയുന്നത് ടിൻ ഫോയിൽ ബാർബുകൾ, അതുപോലെ തന്നെ സിൽവർ ഷാർക്ക് അല്ലെങ്കിൽ ബാല ഷാർക്ക് എന്ന് പറയുന്ന മീൻ, പിന്നെ സിൽവർ ഡോളർ മത്സ്യങ്ങൾ. ഇവരെല്ലാം ഏകദേശം ഒരു 1 ഫീറ്റ് വരെയൊക്കെ സൈസ് വയ്ക്കുന്ന മീനുകളാണ്. ബാല ഷാർക്കും അതുപോലെ തന്നെ ടിൻ ഫോയിൽ ബാർബൊക്കെ 1 ഫീറ്റ് വരെ സൈസ് വയ്ക്കും. അതേസമയം ഈ സിൽവർ ഡോളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ച് വരെയൊക്കെ സൈസ് വയ്ക്കുന്നതാണ്. ഇവരെല്ലാം ഒരു ഗ്രൂപ്പായി നടക്കുന്ന മീനുകളാണ്. ഇപ്പോൾ ഒരു 6 ബാല ഷാർക്ക് അല്ലെങ്കിൽ ടിൻ ഫോയിൽ ബാർബുകൾ നമ്മളൊരു നോർമൽ സൈസ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 4 ഓസ്കാറുകൾ അല്ലെങ്കിൽ 4 ജൈൻറ്റ് ഗൗരാമികളൊന്നും ഇട്ടാൽ കുഴപ്പമില്ല. ഇവർ പരസ്പരം അങ്ങനെ അഗ്രസീവ് ആവാറില്ല. ഈ ഓസ്കാർ ജൈൻറ്റ് ഗൗരാമിയൊക്കെ സ്ലോ മൂവിംഗ് ആയിട്ടുള്ള മീനുകളാണ്. അതേസമയം ബാല ഷാർക്ക് അതുപോലെ ടിൻ ഫോയിൽ ബാർബ്, സിൽവർ ഡോളറൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നീന്തുന്ന മീനുകളാണ്. അത്യാവശ്യം സൈസുള്ള ടാങ്കുകളിൽ എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കോയിക്കാർപ്പുകൾ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസ്കാറുകളുടെയും ജൈൻറ്റ് ഗൗരാമിയുടെ കൂടെ. തീർച്ചയായിട്ടും ഇടാം. കമ്പാറ്റബിൾ ആയിട്ടുള്ള മീനുകളാണ്, അവർ അഗ്രസീവ് ഒന്നും ആവാറില്ല. പക്ഷേ എപ്പോഴും ഈ കോയിക്കാർപ്പുകൾ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഈ തണുത്ത വെള്ളമാണ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പല ആൾക്കാർ ഈ കോയിക്കാർപ്പുകളെ സെപ്പറേറ്റ് കെയർ ചെയ്ത് വളർത്തുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ജൈൻറ്റ് ഗൗരാമികളിൽ റെഡ് ടെയിൽ, പിങ്ക്, ആൽബിനോ, ബ്ലാക്ക് ഇതിനൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.